ലോട്ട് സൈസ് കൺസിസ്റ്റൻസി നമുക്ക് ഡെമോയിൽ ഫണ്ടഡ് അക്കൗണ്ടിൽ ഡെമോയിൽ നമുക്ക് ഇഷ്ടമില്ല ലോട്ട് സൈസ് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ 10 ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ 10ലും ഇഷ്ടം പോലെ 10 ലോട്ട് സൈസ് കണ്ണും പൂട്ടി ചടപറ എടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ലൈവ് അക്കൗണ്ടിലാകുന്ന സമയത്ത് നമുക്കത് പോസിബിൾ അല്ല. അവർ നമുക്ക് ആ പൈസ തരാതിരിക്കുക, അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പ്രോഫിറ്റ് തരാതിരിക്കാനുള്ള ഒരു റീസണാണ് ലോട്ട് സൈസ് കൺസിസ്റ്റൻസി. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഓരോ പ്രോഫോംസിനും ഓരോ നിശ്ചിത പെർസെൻറ്റേജ് ഉണ്ടാവും. എന്നാൽ പോലും ഭൂരിഭാഗം കണ്ടിട്ടില്ല നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ട്രേഡ്, അതായത് നമ്മൾ ആദ്യത്തെ ഒരു ട്രേഡ് എത്രയാണോ ലോട്ട് സൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ഉദാഹരണത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 ലോട്ട് ഇട്ടിട്ടാണെന്ന് വിചാരിച്ചു, സിംഗിൾ, അത് 1.0 എന്നുള്ള ലോട്ട് സൈസ് ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് നമുക്കിപ്പോൾ നല്ല എൻട്രി കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോട്ട് സൈസ് കൂട്ടിയിടുമല്ലോ. അപ്പോൾ ആ സമയത്ത് മാക്സിമം 2 ലോട്ട് വരെ മാത്രമേ പോകാൻ വേണ്ടി പറ്റില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി റിസ്ക് ഉള്ളൊരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോട്ട് സൈസ് കുറക്കാം. എത്ര വരെ? അതിൻ്റെ പകുതി, എന്ന് വെച്ചാൽ 0.50. നമ്മൾ 1 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ മുകളിലേക്കും അതിൻ്റെ ഡബിൾ മുകളിലേക്കും അതിൻ്റെ നേരെ പകുതി താഴേക്കും, അപ്പോൾ 0.50 താഴേക്ക്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ നല്ലൊരു എൻട്രി കാര്യങ്ങൾ വരുന്ന സമയത്ത് അറ്റ് എ ടൈം നമുക്ക് 1 ലോട്ടിന് 10 ട്രേഡ് ഒരുമിച്ച് എടുക്കുന്നതാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം നമുക്ക് നല്ലൊരു എൻട്രി കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഒറ്റ ലോട്ട്, അതായത് സിംഗിൾ ലോട്ടിൽ തന്നെ നമുക്ക് അറ്റ് എ ടൈം 10 ട്രേഡ് ഒരുമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലോട്ടിന് തുല്യമായില്ലേ എന്നുള്ളത്. പക്ഷേ അവിടെ ടൈം കൺസിസ്റ്റൻസി അതുപോലെ തന്നെ ടൈം ഗ്യാപ്പ് എന്നുള്ള കെണികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വെയിറ്റ്.